വെൽക്കം ടു ആർക്കേസ് സ്റ്റോറീസ്. പറയാൻ ഇനിയും 22. പോയി എടുത്തോണ്ട് വാടാ. ഒരിക്കൽ കൂടി കിരണിന്റെ നേർക്ക് നോക്കി ആദിത് അലറിയതും അവൻ എഴുന്നേറ്റ് വിഭയെ ഒന്ന് നോക്കിയ ശേഷം പുറത്തേക്ക് നടന്നു. അല്പസമയത്തിന് ശേഷം തുണിയിൽ പൊതിഞ്ഞൊരു പൊതിയുമായി തിരികെ എത്തിയ കിരൺ ആ പൊതി എസ്ഐയുടെ മേശപ്പുറത്ത് വെച്ച് തുറന്നു. അതിൽ വിഭാവരിയുടെ ആഭരണങ്ങളായിരുന്നു. ഇത് തന്നെയല്ലേ നിങ്ങളുടെ ആഭരണങ്ങളെന്ന് നോക്കിക്കേ. ആദിത് പറഞ്ഞത് കേട്ട് രമച്ചിറ്റയും വിഭയും ആ പൊതിയിലെ ആഭരണങ്ങളെല്ലാം ഓരോന്നായി എടുത്തു നോക്കിയ ശേഷം തലകുലുക്കി. അതെ സാർ. ആദിത് കിരണിന് നേർക്ക് തിരിഞ്ഞു. ഇതിപ്പോ എത്ര പവനുണ്ട്? 14 പവനുണ്ട് സാർ. 7 പവൻ അവരുടെ കയ്യിൽ തന്നെയുണ്ട്. ശരിയാണോ ഇവനീ പറയുന്നത്? അതെ സാർ. വിഭ സമ്മതിച്ചു. അപ്പോ ബാക്കി 4 പവനോടെ? ആദിത് വീണ്ടും കിരണിനോട് ചോദിച്ചു. അതൊരാവശ്യം വന്നപ്പോ വിൽക്കേണ്ടി വന്നു. പക്ഷെ ഡിവോഴ്സിന് മുന്നേ ഞാനത് കൊടുത്തേക്കാം സാർ. വിഭ എന്തു പറയുന്നു? സാർ, ഒരു കാര്യം കൂടിയുണ്ട്. ബാക്കിയുള്ള 4 പവൻ കോടതി ഡിവോഴ്സ് അംഗീകരിക്കുന്ന ദിവസം ഇവർ 2 പോലീസ് സ്റ്റേഷനുകളിലെയും പരാതി പിൻവലിച്ചതിന് ശേഷം കൊടുക്കുന്നതാണ്. ഷീലാരത്നം ആ ഒരു കാര്യം കൂടി പറഞ്ഞതോടെ മറുപടിക്ക് വേണ്ടി ആദിത് വീണ്ടും വിഭയ്ക്ക് നേരെ നോക്കി. വിഭ ചിറ്റയുടെ നേരെ നോക്കിയതും ചിറ്റ ഒരഭിപ്രായത്തിന് വേണ്ടി വക്കീലിനെ നോക്കി. ഇവരിപ്പോൾ പറഞ്ഞ കാര്യം നമുക്ക് അംഗീകരിക്കാവുന്നതാണ്, കുഴപ്പമില്ല. ജിനീഷ് പോളിന്റെ അഭിപ്രായം കേട്ടതും അത് ഉറപ്പിക്കാൻ എന്നോണം വിഭ സുദേവിന് നേർക്കും കൂടി നോക്കി. അവനും തലകുലുക്കിയതോടെ വിഭ ഷീലാരത്നം പറഞ്ഞ കാര്യം സമ്മതിച്ചു. എങ്കിൽ ഈ ദിവസം ഈ 14 പവൻ തിരികെ കിട്ടിയെന്ന കാര്യം ഇവിടെ വെച്ച് തന്നെ ഇവർ എഴുതി ഒപ്പിട്ട് തരണം. അതവര് തരും ഇല്ലേ? ആദിത് വിഭയെ നോക്കി. അതെഴുതി കൊടുക്കാം സാർ. വിഭ അതും സമ്മതിച്ചു. നിങ്ങൾക്ക് ഈ ആഭരണങ്ങളെല്ലാം തൂക്കി നോക്കണമെന്നുണ്ടോ? വേണമെന്നുണ്ടെങ്കിൽ ഒരു തട്ടാനെ വിളിപ്പിക്കാം. ഇവിടെ തൊട്ടടുത്ത് തന്നെ ആളുണ്ട്. വേണ്ട സാർ, ഇതെല്ലാം ഞങ്ങളുടെ തന്നെയാ, കണ്ടാലറിയാം. ശരി. എങ്കിൽ ഈ ആഭരണങ്ങളുടെ എല്ലാം ഡീറ്റെയിൽസ് എഴുതിയിട്ട് ഇവർ പറഞ്ഞതുപോലെ തിരികെ കിട്ടിയതായിട്ട് ഒന്ന് എഴുതി കൊടുത്തേക്കൂ. ഡീറ്റെയിൽസ് എല്ലാം ഞങ്ങൾ എഴുതി കൊണ്ടുവന്നിട്ടുണ്ട്. ഇവരൊന്ന് സൈൻ ചെയ്താൽ മാത്രം മതി. ഷീലാരത്നം പറഞ്ഞത് കേട്ട് ആദിത് കണ്ണുകൾ ചുരുക്കി അവരെ ഒന്ന് നോക്കി. അത് ശരി. അപ്പോ മാഡം കഥറിയാതെ ആട്ടം കാണുകയായിരുന്നില്ല അല്ലേ? അവൻ ആഭരണങ്ങൾ കൊണ്ടുവന്നിട്ടില്ല എന്ന് പറഞ്ഞത് കേട്ടിട്ടും മാഡം മിണ്ടാതിരുന്നു. അത് പിന്നെ എന്റെ ക്ലയന്റിന്റെ കാര്യം ഞാൻ നോക്കണ്ടേ സാറേ? ഷീലാരത്നം ഒരു ചിരിയോടെ ആദിത്യനെ നോക്കി. വേണം വേണം, തീർച്ചയായും വേണം. കസേരയിൽ നിന്നും എഴുന്നേറ്റുകൊണ്ട് ആദിത് പറഞ്ഞു. പക്ഷേ അതിന് ഇവന് ഞാനൊരു സമ്മാനം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. വക്കീലിന്റെ തൊട്ടടുത്ത കസേരയിൽ ഇരിക്കുകയായിരുന്ന കിരണിന്റെ അടുത്ത് ചെന്ന് അവന്റെ കോളറിൽ പിടിച്ചു പൊക്കി എഴുന്നേൽപ്പിച്ചു നിർത്തിയ ശേഷം എല്ലാവരും നോക്കി നിൽക്കെ ആദിത് അവന്റെ കരണം പുകച്ചൊന്ന് പൊട്ടിച്ചു. അടികൊണ്ട കിരൺ വലതുവശത്തേക്ക് വേച്ചുപോയി. മോനെ! കിരണിന്റെ അമ്മ എഴുന്നേറ്റ് അവനെ താങ്ങിപ്പിടിച്ചു. സർ, വാട്ട് ഈസ് ദിസ്? ഷീലാരത്നം ക്ഷോഭത്തോടെ ചാടി എഴുന്നേറ്റു. കൂൾ മാഡം. മാഡത്തിന്റെ മുന്നിൽ വെച്ച് തന്നെ ഇവനിട്ടൊന്ന് കൊടുത്തതിനാണെന്നോ? ഇനിയും എന്തെങ്കിലും കൊനഷ്ട തോന്നുകയാണെങ്കിൽ അത് ഇപ്പോ തന്നെ അങ്ങ് ചെയ്യട്ടെ എന്ന് വിചാരിച്ച. ഇവനെ ഒരു 2 ദിവസമെങ്കിലും എന്റെ കസ്റ്റഡിയിൽ കിട്ടണമെന്നൊരാഗ്രഹം. എന്തേ, മുട്ടി നോക്കുന്നോ? വക്കീലിനോടും കിരണിനോടുമുള്ള ആദിത്യന്റെ ചോദ്യത്തിന് രണ്ടുപേർക്കും മറുപടിയില്ലായിരുന്നു. എന്നാ പിന്നെ കാര്യങ്ങളൊക്കെ അതിന്റെ മുറക്കങ്ങ് നടക്കട്ടെ. നിങ്ങൾ ആ മാഡത്തിന്റെ കയ്യിലുള്ള പേപ്പർ വായിച്ചു നോക്കിയിട്ട് സൈൻ ചെയ്ത് കൊടുത്തേക്ക്. എസ് ഐ പറഞ്ഞത് കേട്ട് ഷീലാരത്നം ആഭരണങ്ങളുടെ ഡീറ്റെയിൽസ് അടങ്ങിയ പേപ്പർ ജിനീഷ് പോളിന് നേർക്ക് നീട്ടി. അദ്ദേഹം അത് വാങ്ങി വായിച്ചു നോക്കിയിട്ട് പറഞ്ഞുകൊടുത്ത സ്ഥലങ്ങളിൽ വിഭ ഒപ്പിട്ട ശേഷം ആ പേപ്പർ തിരികെ ഷീലാരത്നത്തിനെ തന്നെ ഏൽപ്പിച്ചു. മാഡം, നമുക്കിന്ന് തന്നെ മ്യൂച്വൽ പെറ്റീഷൻ കോർട്ടിൽ മൂവ് ചെയ്യാലോ അല്ലേ? ഓഫ് കോഴ്സ്, ഞങ്ങളും അതിന് തയ്യാറായി തന്നെയാ വന്നിരിക്കുന്നത്. ജിനീഷ് പോൾ ചോദിച്ചതിന് മറുപടി നൽകിക്കൊണ്ട് ഷീലാരത്നം എഴുന്നേറ്റു. ഗുഡ്. എങ്കിൽ നമുക്ക് നേരെ ഫാമിലി കോർട്ടിലേക്ക് പോകാം. ജിനീഷ് പോളും എഴുന്നേറ്റതോടെ ബാക്കിയുള്ളവരും എഴുന്നേറ്റു. എല്ലാവരും പുറത്തേക്ക് നടന്നപ്പോൾ സുദേവ് അവിടെ തന്നെ നിന്നു. താങ്ക് യു ആദി.
സുദേവ് നന്ദി പറഞ്ഞത് കേട്ട് ആദ്യം ചിരിയോടെ എഴുന്നേറ്റു. നന്ദിയൊന്നും വേണ്ട ചേട്ടാ, ആ കൊച്ചിന്റെ കാര്യം ഓർത്താൽ ആർക്കായാലും സങ്കടം വരും. അതിരിക്കട്ടെ, ചേട്ടന്റെ കേസിന്റെ കാര്യം എന്തായി? അതിന്റെ ഹിയറിംഗ് നടക്കാൻ പോവുകയാണ്. ശരിയെന്നാ വരട്ടെ. ഓക്കെ ചേട്ടാ, ഞാൻ ഹരിയെ വിളിച്ചോളാം. ഒരിക്കൽ കൂടി ആദിത്യനെ നോക്കി ഒന്ന് ചിരിച്ചിട്ട് സുദേവ് പുറത്തേക്കിറങ്ങി. വിഭാവരിയും രമച്ചിറ്റയും സുദേവിനെയും കാത്ത് എസ് ഐയുടെ റൂമിന് പുറത്തു തന്നെ നിൽപ്പുണ്ടായിരുന്നു. ജിനീഷ് പോൾ ഷീലാരത്നവുമായി സംസാരിക്കുകയായിരുന്നു. സുദേവ് പുറത്തേക്ക് ഇറങ്ങിയതോടെ അവനു പുറകെ വിഭാവരിയും ചിറ്റയും പോലീസ് സ്റ്റേഷന്റെ പടികളിറങ്ങി. സുദേവിനൊപ്പം കാറിനടുത്തേക്ക് നടക്കുകയായിരുന്ന വിഭയുടെ മുന്നിലേക്ക് പെട്ടെന്നാണ് കിരൺ കയറി നിന്നത്. നീ കാരണം കിട്ടിയ തല്ല് നിനക്ക് തന്നെ ഇരിക്കട്ടെടി. ഉറക്കെ അലറിക്കൊണ്ടവൻ വിഭയുടെ നേർക്ക് കൈവീശി. അടി കിട്ടുമെന്ന് പേടിച്ച വിഭ കണ്ണുകൾ ഇറുക്കെ പൂട്ടി. പക്ഷെ പ്രതീക്ഷിച്ചതുപോലെ ഒന്നും സംഭവിക്കാഞ്ഞത് കണ്ടതും അവൾ കണ്ണുകൾ ചിമ്മി തുറന്നു നോക്കി. വിഭയുടെ നേരെ വീശിയ കിരണിന്റെ കയ്യിൽ കയറി പിടിച്ചുകൊണ്ട് ഒരു പർവ്വതം പോലെ അവൾക്കു മുന്നിൽ നിറഞ്ഞു നിൽക്കുന്ന സുദേവിനെയാണ് അവൾ കണ്ടത്. വർദ്ധിച്ച ദേഷ്യത്തോടെ കിരൺ ഇടത് കൈ ചുരുട്ടി സുദേവിന്റെ മുഖത്തിന് നേർക്കിടിച്ചു. വലത് കൈകൊണ്ട് ആ ഇടി തടഞ്ഞതിനൊപ്പം അവന്റെ താടിയെല്ലിൽ സുദേവിന്റെ മുഷ്ടി ശക്തിയോടെ പതിഞ്ഞു. അതോടൊപ്പം തന്നെ കാലുയർത്തി സുദേവ് അവന്റെ അടിവയറ്റിൽ ആഞ്ഞൊന്ന് ചവിട്ടുകയും ചെയ്തു. പുറകോട്ട് തെറിച്ചു വീണവൻ ചാടി എഴുന്നേൽക്കുമ്പോഴേക്കും പുറത്തു നിന്നിരുന്ന പോലീസുകാർ ഓടിയെത്തി അവനെ വട്ടം പിടിച്ചു. ചുണ്ടു പൊട്ടിയൊഴുകിയ ചോര നിലത്തേക്ക് തുപ്പിയിട്ടവൻ സുദേവിനെ നോക്കി പല്ല് കടിച്ചു. അപ്പോഴേക്കും ഷീലാരത്നവും ജിനീഷ് പോളും അങ്ങോട്ടേക്ക് ഓടിയെത്തി. കിരൺ, താൻ എന്തോന്ന് ഈ കാണിക്കുന്നേ? അതും പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ വെച്ച്. ഒരു പ്രശ്നത്തിൽ നിന്ന് ഒരുവിധം ഊരാൻ ശ്രമിക്കുമ്പോ ബാക്കി കൂടി ഉണ്ടാക്കാൻ നോക്കുന്നു. ഷീലാരത്നം ഒച്ചയെടുത്തതോടെ അവനൊന്നടങ്ങി. പോലീസുകാർ പിടിവിട്ടതോടെ അവൻ ഒരിക്കൽ കൂടി വിഭയെയും സുദേവിനെയും നോക്കിയ ശേഷം അവന്റെ കാറിലേക്ക് കയറി. എന്താ മാഡം, ഈ ഒരു കേസ് കൂടി അവന്റെ മേലെ ചാർജ് ചെയ്തേക്കട്ടെ? വരാന്തയിൽ നിന്നും എസ് ഐയുടെ പരിഹാസം നിറഞ്ഞ ചോദ്യം കേട്ട് മറുപടിയില്ലാതെ ഷീലാരത്നം കിരണിന്റെ കാറിന് നേർക്ക് നടന്നു. ഹോ, താങ്ക്സ് മാഷേ. തൊട്ടുപുറകിൽ നിന്നും വിഭയുടെ നന്ദി പറച്ചിൽ കേട്ട് സുദേവ് അവൾക്ക് നേരെ തിരിഞ്ഞ് മുകളിലേക്ക് കൈകൾ വീശി കുടഞ്ഞു. അന്ന് വക്കീലിന്റെ അടുത്ത് വെച്ച് ഇവൻ കാരണം താൻ അനുഭവിച്ച കാര്യങ്ങളൊക്കെ പറയുന്നത് കേട്ടപ്പോ ഒന്ന് ആഗ്രഹിച്ചതാ ഇവനെ ഒന്ന് കയ്യിൽ കിട്ടിയിരുന്നെങ്കിലെന്ന്. പക്ഷെ ഇവൻ തന്നെ അതിനുള്ള അവസരമുണ്ടാക്കി തരുമെന്ന് സ്വപ്നത്തിൽ വിചാരിച്ചില്ല. വിഭക്കുട്ടി എന്തിനാ ഇങ്ങനെ പേടിക്കുന്നേ? നമ്മൾ പ്രതികരിക്കില്ല എന്ന് കാണുമ്പോഴാ ഇവനൊക്കെ തലയിൽ കയറുന്നത്. നേരെ നിന്ന് പ്രതികരിക്കണം, മനസ്സിലായോ? പറയാനൊക്കെ ഭയങ്കര എളുപ്പാ. അവൾ ചുണ്ടുകൂർപ്പിച്ചിട്ട് കാറിനകത്തേക്ക് കയറി. ചിരിയോടെ തലകുലുക്കിക്കൊണ്ട് സുദേവും ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയിരുന്നു. വക്കീലും രമച്ചിറ്റയും കൂടി കയറിയതോടെ അവൻ വണ്ടി ആലപ്പുഴ കിടങ്ങമ്പറമ്പ് ഡിസ്ട്രിക്ട് കോർട്ടിന് എതിർവശത്തുള്ള കുടുംബ കോടതിയിലേക്ക് വിട്ടു. അവിടെ എത്തി വക്കീലിന്റെ കൂടെ കോടതിയിലേക്ക് കയറാൻ പോയ വിഭ എന്തോ ആലോചിച്ചതിന് ശേഷം തിരിഞ്ഞു നിന്നു. മാഷും കൂടി ഒന്ന് വരാവോ? കാറിൽ നിന്നും ഇറങ്ങി നിന്ന സുദേവിന് നേർക്കവൾ നോക്കി. എന്തേ, പേടിയാണോ? ഏയ്, ഒരു ചെറിയ ധൈര്യക്കുറവേ. ശരി, നടക്ക്. അവളുടെ കുസൃതി നിറഞ്ഞ മറുപടിയിൽ ചിരിച്ചുകൊണ്ട് അവൻ അവർക്കൊപ്പം നടന്നു. സുദേവ് ഉണ്ടായിരുന്നത് നന്നായി കേട്ടോ. ഇല്ല, ചെകുത്താൻ ഇപ്പോഴും എന്റെ കുഞ്ഞോളെ ഉപദ്രവിച്ചേനെ. കോടതിക്കകത്തേക്ക് നടക്കുന്നതിനിടയിൽ രമച്ചിറ്റ പറഞ്ഞത് കേട്ട് മുന്നിൽ നടക്കുകയായിരുന്ന വിഭാവരി തിരിഞ്ഞു നിന്നു. അതിനല്ലേ ചിറ്റെ നമ്മൾ ഈ ബോഡി ഗാർഡിനെ കൂടെ കൊണ്ടു നടക്കുന്നത്? ഓഹോ, അപ്പൊ ബോഡി ഗാർഡിന്റെ കാശ് വേറെ തരണം കേട്ടോ. പിന്നെന്താ, മാഷ എഴുതി വെച്ചോ, എല്ലാം കൂടി ഒടുവിൽ തന്നിരിക്കും. അവനെ നോക്കി എളിച്ചു കാണിച്ചിട്ട് വിഭാവരി വക്കീലിനൊപ്പം കോടതിക്കകത്തേക്ക് കയറി. കോടതിയിൽ നിന്നും കൗൺസിലിങ്ങിനുള്ള ഡേറ്റ് എഴുതി വാങ്ങിയിട്ടാണ് ജിനീഷ് പോളും ഷീലാരത്നവും പുറത്തേക്ക് വന്നത്. 3 മാസം കഴിഞ്ഞ് ഫെബ്രുവരി 15-ാം തീയതിയായിരുന്നു കൗൺസിലിങ്ങിന് ഡേറ്റ് കിട്ടിയിരിക്കുന്നത്. അന്നും ഇതുപോലെ 10 മണിയാകുമ്പോൾ നമുക്കിവിടെ എത്തണം കേട്ടോ, ജിനീഷ് പോൾ അവരോട് പറഞ്ഞു. ഈ കൗൺസിലിങ്ങിന് എന്തൊക്കെയായിരിക്കും ചോദിക്കുക? രമച്ചിറ്റയുടെ ചോദ്യത്തിൽ ആകാംക്ഷ നിറഞ്ഞിരുന്നു. ഓ, അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിക്കാം. അതിന് അവർ ചില സൊല്യൂഷൻസ് ഒക്കെ നമ്മളോട് പറയും. നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ കേൾക്കാം. എല്ലാം കേട്ടുകഴിഞ്ഞ് ഡിവോഴ്സിന് തന്നെയാണ് താല്പര്യമെന്ന് പറഞ്ഞാൽ മതി. അത് കഴിയുമ്പോൾ അവരൊരു ഡേറ്റ് തരും. അന്ന് നമ്മൾ കോർട്ടിൽ നേരിട്ട് ഹാജരാകണം.
കോടതി ഇവരെ രണ്ടുപേരെയും അകത്തേക്ക് കയറ്റി നിർത്തിയിട്ട് ചോദിക്കും, ഡിവോഴ്സ് തന്നെയാണോ താല്പര്യമെന്ന്. അപ്പോൾ അതേ എന്ന് പറയണം. വേറെ എന്തെങ്കിലും പരാതികളുണ്ടോ എന്നും ചോദിക്കാം. എന്തെങ്കിലും സെറ്റിൽമെന്റ് ചെയ്യാനുണ്ടോ എന്നതും ചോദിച്ചേക്കാം. അതിനൊക്കെ ഇല്ല എന്ന് മറുപടി മാത്രം പറഞ്ഞാൽ മതി. അതോടെ ഡിവോഴ്സ് ആക്ഷൻ ആകും. പിന്നീട് അവർ പറയുന്ന ദിവസം വന്ന് നമ്മളതിന്റെ സർട്ടിഫിക്കറ്റ് വാങ്ങണം. അത്രയേ ഉള്ളൂ. ഇതിനെല്ലാം കൂടി എത്ര നാൾ എടുക്കും? രമച്ചിറ്റയ്ക്ക് വീണ്ടും സംശയമായിരുന്നു. എല്ലാം കൂടി ഒരു 6 മാസം എടുത്തേക്കാം മാക്സിമം. എറണാകുളത്തായിരുന്നേ അതിനേക്കാൾ കൂടിയതിന് സമയം. എങ്കിൽ നമുക്കിനി പോകാലോ അല്ലേ? സുദേവ് ചോദിച്ചു. ഓ യെസ്, വക്കീൽ പറഞ്ഞതോടെ അവർ കോടതിയിൽ നിന്നും ഇറങ്ങി. മാഷേ, പോകും വഴി നല്ല ഹോട്ടൽ കണ്ടാ നിർത്തിക്കോ കേട്ടോ. നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് പോവാം. പിൻസീറ്റിലേക്ക് കയറുമ്പോൾ വിഭാവരി പറഞ്ഞത് കേട്ട് തല കുലുക്കിക്കൊണ്ട് സുദേവ് കാർ സ്റ്റാർട്ട് ചെയ്തു. അന്ന് രാത്രി ഫ്ളാറ്റിൽ ചപ്പാത്തിയും എഗ് റോസ്റ്റും കഴിക്കുന്നതിനിടയിൽ കോളിംഗ് ബെൽ ശബ്ദിക്കുന്നത് കേട്ട് സുദേവ് ചെന്ന് വാതിൽ തുറന്നു. പുറത്തു നിന്നിരുന്ന ശ്രീഹരി ചിരിയോടെ അകത്തേക്കു കയറി. നീ ഭക്ഷണം കഴിച്ചോ? ഇല്ല ചേട്ടാ. എന്നാ ഇരിക്കെ, ചപ്പാത്തി ഉണ്ടാക്കാം. കറിയുണ്ട്. ഓ വേണ്ട, ഞാൻ ഉണ്ടായിക്കൊള്ളാം. ചേട്ടൻ കഴിക്കേ. ഞാൻ ആദ്യം പോയിന്ന് ഫ്രഷ് ആകട്ടെ. അപ്പോ നീ ഇന്ന് വീട്ടിലേക്ക് പോകുന്നില്ലേ? ഓ ഇല്ല, ഇവിടെ അടുത്ത് വരെ വരേണ്ട ആവശ്യമുണ്ടായിരുന്നു. നല്ല ക്ഷീണം. ഇന്നിനി അങ്ങോട്ട് വരില്ലെന്ന് ഞാൻ അമ്മയോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അതും പറഞ്ഞവൻ റൂമിലേക്ക് കയറി. കഴിച്ചു കഴിഞ്ഞ ശേഷം സുദേവ് ഹരിക്ക് വേണ്ടി ചപ്പാത്തി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോഴേക്കും അവൻ കുളി കഴിഞ്ഞ് തിരികെ എത്തി. ചപ്പാത്തി ഉണ്ടാക്കുന്നതിനടുത്തായി സ്ലാബിലേക്ക് കയറിയിരുന്നിട്ട് അവൻ സുദേവിനെ നോക്കി. ചേട്ടാ, ഇന്ന് സ്റ്റേഷനിൽ വെച്ച് ആ പെൺകൊച്ചിന്റെ ഭർത്താവ് വീണ്ടും പ്രശ്നമുണ്ടാക്കിയെന്ന് ആദ്യം പറഞ്ഞു. സുദേവ് ഒന്ന് മൂളിയതേ ഉള്ളൂ. അവൻ ആള് പ്രശ്നക്കാരനാണല്ലേ? സുദേവ് പ്ലേറ്റിലേക്ക് ഇട്ടുകൊടുത്ത ആദ്യത്തെ ചപ്പാത്തിയിലേക്ക് എഗ് റോസ്റ്റ് ഒഴിക്കുന്നതിനിടയിൽ ശ്രീഹരി ചോദിച്ചു. കുറച്ച് പ്രശ്നക്കാരനാണെന്ന് തോന്നുന്നു. അവൻ ഇനിയും പ്രശ്നമുണ്ടാക്കാൻ സാധ്യതയുണ്ടെന്നാ ആദ്യം പറഞ്ഞത്. എനിക്കും തോന്നിയത്. അടുത്ത ചപ്പാത്തി ശരിയാക്കുന്നതിനിടയിൽ സുദേവ് പറഞ്ഞ മറുപടി കേട്ട് ഹരി ചിന്തയിൽ മുഴുകി. നീ ആലോചിക്കാതെ അതങ്ങ് കഴിക്കേ. എന്തായാലും കോടതിയിൽ പോകുമ്പോ ഇനി ഞാനും കൂടെ ഉണ്ടാകും. ചപ്പാത്തി വായിലേക്ക് വെക്കുന്നതിനിടയിൽ അവനൊന്ന് മൂളി. പിന്നെ അമ്മ ഇപ്പോഴും ആ നെട്ടൂരത്തെ ആ പെണ്ണിന്റെ പുറകെയാണ് കേട്ടോ. ചേട്ടന് ഡിവോഴ്സ് കിട്ടിയാലുടനെ ആ കാര്യം ആലോചിക്കണമെന്നും പറഞ്ഞ് ഒറ്റക്കാലിൽ നിൽപ്പാട് കക്ഷി. ഈ അപ്പച്ചിയുടെ ഒരു കാര്യം. അടുത്ത ചപ്പാത്തി പാനിലേക്ക് ഇടുമ്പോൾ അവന്റെ ചുണ്ടിൽ ചിരിയായിരുന്നു. തുടരും. പറയാൻ ഇനിയും അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അഭിപ്രായങ്ങൾ പറഞ്ഞും ഷെയറുകളും ലൈക്കുകളും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. See you soon.